അരക്കോടിയോളം രൂപയുടെ സ്വർണ്ണാഭരണം കവർച്ച നടന്ന പൂച്ചക്കാട്ടെ വീട്ടിൽ നിന്നും 6 ലക്ഷത്തിലധികം രൂപയുടെ ഡയമണ്ട് ആഭരണം തിരിച്ചു കിട്ടി. മോഷ്ടാക്കൾ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുത്തു. അയൽ വീട്ടിലും കവർച്ചാശ്രമം നടന്നതായുള്ള സൂചനകളും ലഭിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. പൂച്ചക്കാട് അരയാൽത്തറയിലെ പ്രവാസിയായ മജീദിന്റെ വീട്ടിൽ നിന്നും 45 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1/2 ലക്ഷം രൂപയും കവർന്ന കേസിലാണ് കള്ളന്മാർ കൊണ്ടുപോയി എന്ന് കരുതിയിരുന്ന 6 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് പതിച്ച ആഭരണങ്ങൾ തിരിച്ചു കിട്ടിയത്. കവർച്ച ചെയ്യപ്പെട്ട മറ്റ് സ്വർണ്ണാഭരണങ്ങളും 1/2 ലക്ഷം രൂപയും സൂക്ഷിച്ചിരുന്ന കിടപ്പുമുറിയിലെ അതേ അലമാരയിൽ തന്നെയാണ് ഈ ഡയമണ്ട് ആഭരണവും ഉണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് അലമാരയിൽ നിന്നും കള്ളന്മാർ വാരി വലിച്ചിട്ട തുണികൾക്കിടയിൽ നിന്നും ഈ വജ്രാഭരണം കണ്ടെത്തിയത്. കവർച്ചക്കാരുടെ കണ്ണിൽ പെടാത്തതോ അതല്ല മുക്കുപണ്ടമെന്ന് കരുതി അവർ ഉപേക്ഷിച്ചതോ ആകാമിതെന്നാണ് പോലീസിൻ്റെ നിഗമനം. അതേസമയം ഇവിടുത്തെ കവർച്ചയ്ക്കായി കള്ളന്മാർ ഉപയോഗിച്ച ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. അയൽവാസിയുടെ വീട്ടിലെ പിക്കാസും പുല്ല് ചെത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു പണിയായുധവും ഉപയോഗിച്ചാണ് കവർച്ചക്കാർ വീടിൻ്റെ വാതിൽ തകർത്തത്. അയൽവാസിയുടെ വീട്ടിലെ വിറകുപുരയിൽ നിന്നും എടുത്ത ഈ ആയുധങ്ങൾ വീടിന് സമീപം ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പുലർച്ചെ 1 മണിവരെ അയൽ വീടുകളിൽ ആളനക്കമുണ്ടായതായി പറയുന്നു. മാത്രമല്ല പുലർച്ചെ 3 മണിക്ക് പുറത്തുപോയ അയൽവാസി തിരിച്ചെത്തിയ സമയം വീടിന് സമീപം റോഡരികിൽ നിഴൽ പോലെ ഒരാളെ കണ്ടിരുന്നുവത്രേ. തൻ്റെ തോന്നലാകുമെന്ന് കരുതി കാര്യമാക്കാതെ ഇദ്ദേഹം അകത്തേക്ക് കയറി പോവുകയായിരുന്നുവത്രേ. പുലർച്ചെ തന്നെയാണ് കവർച്ച നടന്നതെന്നും പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർക്ക് പിന്നാലെ തെളിവ് ശേഖരണത്തിലെത്തിയ പോലീസ് നായ ദൂരെ പോയതുമില്ല. അതേസമയം അയൽവാസിയായ ഷിഹാബിൻ്റെ അടച്ചിട്ട വീട്ടിലും വാതിൽ കുത്തിത്തുറന്ന് കവർച്ച നടത്താൻ ശ്രമം നടത്തിയിരുന്നു എന്നതിൻ്റെ സൂചനകളും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉദുമ.